ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനല്ല ആമേൻ. ദൈവമേ, ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. ഈ പകൽക്കാലം ആമേൻ നിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം മുതൽ കർത്താവ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നവരായി, കർത്താവിനെ മഹത്വപ്പെടുന്നവരായി, നിന്നെ ആരാധിക്കുന്നവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ നാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവരായി തന്നെ കടുവണി ഞങ്ങളിലൂടെ നടക്കുവാൻ സ്വർഗം അവിടുന്നിടയാക്കണമേ. കർത്താവ് തെക്കിനോട് വരിക എന്ന് വടക്കിനോട് അടുത്ത് വയ്ക്കുന്ന കിടക്കുന്ന ശേഖരിക്കും പടിഞ്ഞാർന്ന് കൂട്ടുവരുത്തുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ജനത്തെ ഞങ്ങളുടെ മതി അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ മതിയെ കടന്നു വന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ നാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുവാൻ ദൈവടയാക്കണമേ. ഞങ്ങളുടെ ആധാരങ്ങളിൽ നിന്റെ നാമത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ ദൈവടയാക്കണമേ. ആദമായതൊഴിച്ചുത്തമായത് പ്രസ്താവിക്കുവാൻ വേണ്ടുന്ന അഭിഷേകവും ദൈവകൃപയും ഞങ്ങളുടെ മേൽ നീ അവിടെ നിലത്തുന്ന ദാനം ചെയ്യണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് തന്റെ സന്നിധിയിലേക്ക് കൂട്ടിയെടുത്തിരിക്കുന്ന നിന്റെ ജനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പകൽക്കാലം നിന്നെ ആരാധിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുന്നവരായി, മഹത്വപ്പെടുന്നവരായി, ആരാധിക്കുന്നവരായി തീരുവാൻ ദൈവടയാക്കണമേ. വലിയ ദിവസമാണ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആരാധന ലീയുന്നവർക്കായി സ്തോത്രം. ദൈവവചനം വായിച്ച് ആമേൻ ചിരിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരുടെ മേലും അവിടുത്തെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവിടുത്തെ നിറവിലേക്ക്, അവിടുത്തെ നിറവിൽ നിന്ന് നിറവിന്മേൽ നിറവനുഭവിപ്പാൻ ഇവിടെയാക്കി തീർക്കണമേ. കർത്താവേ, അവിടുത്തെ കൃപയിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിപ്പാൻ ഈ പകൽക്കാലം ഓരോരുത്തർക്കും അവിടുന്ന് കൃപ പകരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കണമേ. യേശുവിൻ അൻപുള്ള നാമത്തെ തന്നെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലെ ആത്മീയമായ നിലയിൽ കർത്താവിൻ്റെ അമ്മൻ സന്നിധിയിൽ പാടുന്ന പാട്ടുകൾ പാടുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം. കൈകളെ ഉയർത്തിക്കൊണ്ട്, കൈകളെ വീശിക്കൊണ്ട്, കൈകളെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരട്ടെ. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദേഹം ദൈവികാത്മാവിനെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെയും വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തമായി പകൽക്കാലം, അനുഗ്രഹീതമായ ഒരു പകൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുക. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവനും കർത്താവ് നമ്മെ സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും ഇടയായി തീർന്നു. അവിടുത്തെ ഹല്ലേലൂയ കരത്തിൽ നമ്മൾ സുരക്ഷിതരായിരുന്നു എന്ന് ഉറപ്പുള്ളവർ പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം കടന്നുപോയ യാത്രകളിൽ എത്രയോ അപകടങ്ങൾ പതിയിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം അവിടെയെല്ലാം കർത്താവ് നമ്മെ സൂക്ഷിക്കുവാനിടയായി തീർന്നു. കരയിലൂടെ യാത്ര ചെയ്തപ്പോൾ, വായുവിലൂടെ യാത്ര ചെയ്തപ്പോൾ, ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ നിലവാരങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തവരാ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുക. ഒരു ചെറിയ കൂട്ടമായിട്ട് കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ സഭ നിറയുവാനിടയായി തീരും. ആത്മാക്കൾ കൊണ്ട് എൻ്റെ സഭയെ നിറയപ്പെടുവാനിടയായി തീരും. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിരാശയോടെയല്ല ദൈവസന്നിധിയിൽ നമ്മളായിരിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹൃദയ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഞാൻ ദൈവത്തോട് പറയുന്നതിന് മുമ്പേ എൻ്റെ വിഷയങ്ങൾ കർത്താവ് അറിയുന്നവനാ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ വലിയ വിടുതലുകൾ അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ഹല്ലേലൂയ ദൈവം ചെയ്യുവാനിടയായി തീരും. അങ്ങനെ വിശ്വസിക്കുന്നവർ അല്പസമയം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കൂട്ടു സഹോദരി സഹോദരന്മാർ, എന്നോട് കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരേണ്ടുന്നവർ എല്ലാവരും കൃത്യസമയത്ത് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ഇന്നത്തെ ആരാധനയിൽ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചു
സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ ദൈവം എന്നെ ഇടയാക്കി തീർക്കട്ടെ, നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. വെറുതെ കാഴ്ചക്കാരായിട്ട് നമ്മൾ ആയിരിക്കാനല്ല. ഇന്നത്തെ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ദൈവസഭകൾ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. പല വിധത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പല നിലവാരത്തിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് നമുക്ക് ശക്തി പകർന്നിരിക്കുക. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും മൗനമായിരിക്കല്ലേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. എല്ലാവരും അധരങ്ങൾ തുറന്നുകൊണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞൊരു രാത്രികാലം നാം കിടന്നുറങ്ങുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മൾ എഴുന്നേൽപ്പാൻ കഴിഞ്ഞത് അവിടുന്ന് ഹല്ലേലൂയ നമ്മിൽ ചൊരിഞ്ഞ ദയയാണ്, അവിടുന്ന് നമ്മിൽ ചൊരിഞ്ഞ കൃപയാണ്. ഇന്ന് പകൽക്കാലം എത്രയോ പേർ ആശുപത്രിയുടെ കിടക്കകളിൽ കിടക്കുകയാ. ഈ ഞായറാഴ്ച ദിവസം എത്രയോ പേർ വേദനകൾ സഹിച്ച് ഹല്ലേലൂയ ആശുപത്രികളിൽ ഹല്ലേലൂയ പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും കർത്താവ് ഇവിടെ കൂട്ടിവരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാനല്ല, അധരങ്ങൾ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ, സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട്, അവിടുന്ന് നമ്മെ കരുതുന്ന വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് ഹല്ലേലൂയ നമുക്ക് ഇടവരുത്തിയല്ലോ. ഇന്നത്തെ ആരാധനയിൽ ഹല്ലേലൂയ നാം പാടുന്ന പാട്ടുകൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ ഹല്ലേലൂയ നാം ഒരുമിച്ചാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെയുള്ളവർ ഇന്ന് പകൽക്കാലം ചേർന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ആരാധനയെങ്കിൽ വിടുതലുകൾ നടക്കുവാനിടയായി തീരോ, ആരാധനയിൽ സൗഖ്യം വെളിപ്പെടുവാനിടയായി തീരോ. ഇന്ന് പകൽക്കാലം നിരാശയോടെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായി തീരോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മെ കാത്തു സൂക്ഷിച്ചവൻ വിശ്വസ്തയോടെ അവിടുന്ന് നമ്മോട് കാണിച്ച വിശ്വസ്തയോർത്തുകൊണ്ട് ദയയോർത്തുകൊണ്ട് കരുണയോർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നാം ചോദിച്ചതും നനച്ചതിലും അത്യന്തപരമായിട്ട് അവിടുന്ന് നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയപ്പാ. അവിടുന്ന് ഞങ്ങളെ കരുതിയ വഴികളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ആരോഗ്യമുള്ള ശരീരം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നത് ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും വലിയ ആഗ്രഹത്തോടെ വലിയ ഇന്ന് പകൽക്കാലം ഹൃദയ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ഇടപെടുവാനിടയായി തീരോ, ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായി തീരോ. ഇന്ന് പകൽക്കാലം ദൈവിക ശബ്ദം കേട്ടുകൊണ്ട് മടങ്ങിപ്പോകുവാൻ അവിടുന്ന് നമുക്ക് ഇടവരുത്തട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഹല്ലേലൂയ അവിടുന്ന് നമ്മെ യോഗ്യരാക്കി തീർച്ചതോർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ശബ്ദരാജന വൈഡവന
അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവർ അല്പസമയം ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് മഹാദൈവത്തിന്റെ സന്നിധിയാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവിടുന്ന് നമ്മെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം അഭിഷേകത്താൽ അവിടുന്ന് നമ്മെ നിറയ്ക്കുവാൻ ഇടയായി തീരോ. ഓ ഹല്ലേലൂയ, പുതിയ ഭാഷാ വരങ്ങളാൽ അവിടുന്ന് നമ്മെ നിറയ്ക്കുവാൻ ഇടയായി തീരോ. അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എല്ലാവരും 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 റിഘവാന ശംധരാജ വൈഡവാന റീഭവാന ശംധരാജന കാൽവറി രക്തത്താൽ ജയമെടുക്കിയ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കിയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ അലട്ടുന്ന ഓ ഹല്ലേലൂയ എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്ന വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹൃദയം നിറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഓ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഓ ഭാരം കൊണ്ടുവരുമ്പോൾ, നിരാശ കൊണ്ടുവരുമ്പോൾ, ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ പിടിമുറക്കുവാൻ നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത് ജയാളിയായ ക്രിസ്തുവിനെയാ. ഇന്ന് പകൽക്കാലം അവിടുന്ന് നമുക്ക് ജയം നൽകിയിരിക്കുക. കാൽവരി ക്രൂശ് സാത്താന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഓ ഇന്ന് പകൽക്കാലം ജീവിക്കുന്ന നമ്മോടൊപ്പമുള്ള ദൈവത്തെയാ ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത്. മരണം കൊണ്ട് അടക്കപ്പെട്ടവനെയല്ല, ഇന്ന് പകൽക്കാലം മരണം കൊണ്ട് തീർന്നെന്ന് ഹല്ലേലൂയ ലോകം വിധിയെഴുതിയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ജീവൻ ഹല്ലേലൂയ ഇതിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയായി തീരോ. ആ ജീവൻ ഇന്ന് പകൽക്കാലം ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വ്യാപരിക്കുവാൻ ഇടയായി തീരട്ടെ. ആത്മശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം വലിയ വിടുതലുകൾ അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ അയക്കുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം നമ്മൾ ചേർന്ന് തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിനെ പാടി ആരാധിക്കുവാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടൊരു പാട്ടിന്റെ ഇരടികൾ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ കരുതിയ ദൈവം, ഇന്നയോളം നമ്മെ സൂക്ഷിച്ച ദൈവം ഇന്ന് പകൽക്കാലം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം പൂർണ്ണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ നിരാശകളെല്ലാം മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പാട്ടിന്റെ ഇരടികൾ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, അന്നവസ്ത്രാദികളും സുഖം ബലമെന്നിവകൾ സമസ്തം, അന്നവസ്ത്രാദികളും സുഖം ബലമെന്നിവകൾ സമസ്തം, തന്നാടിയാനെ നിത്യം ഉന്നതൻ നീ പരനേ, തന്നാടിയാനെ നിത്യം പോറ്റിടുന്ന ഉന്നതൻ നീ പരനേ, മന്നിടം തന്നിലിന്നു പാലാജനം കിന്നരമേ വിടുമ്പോൾ, മന്നിടം തന്നിലിന്നു പാലാജനം കിന്നരായി മേ വിടുമ്പോൾ, നിന്നാടിയാനു സുഖ തന്ന കൃപ വന്ദനീയം പരനേ, നിന്നാടിയാനു സുഖം തന്ന കൃപ വന്ദനീയം
പരനേ തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാ തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാ മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റും സ്നേഹിപ്പവനേ മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റും സ്നേഹിപ്പവനേ എൻ കരുണേശനോടെ ബലമേഴും തന്റെ നാമമെനിക്കു എൻ കരുണേശനോടെ ബലമേഴും തങ്ക നാമമെനിക്ക് സങ്കേത പട്ടണമാം അതിലകം ശങ്ക എന്നെ വസിക്കോ സങ്കേത പട്ടണമാം അതിലകം ശങ്ക എന്നെ വസിക്കോ വല്ലഭൻ നീയുറങ്ങാതെ നിന്നെ നല്ല പോൽ കാത്തിടുമ്പോ വല്ലഭൻ നീയുറങ്ങാതെ നിന്നെ നല്ല പോൽ കാത്തിടുമ്പോ ഇല്ലരി ഭൂഗണങ്ങൾ കധികാരമല്ല പെടുത്തിടുവാൻ ഇല്ലരി ഭൂഗണങ്ങൾ കധികാരമല്ല പെടുത്തിടുവാൻ ഇന്നു പകൽ മുഴുവൻ കാരുണയോടെന്നെ സൂക്ഷിച്ചവാനെ ചേർന്ന് പാടിയാട്ടെ ഇന്നു പകൽ മുഴുവൻ കാരുണയോടെന്നെ സൂക്ഷിച്ചവാനെ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. Praise the Lord. Hallelujah. ഇന്നയോളം നമ്മെ കരുതിയ ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ അധരങ്ങളെ തുറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പാടി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പുകറ്റിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ പുകറ്റിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം
കർത്താതി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പറയാം യേശുവിനെ വീണ്ടും വരുന്നവരെ ചേർന്ന് ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പറയാം യേശുവിനെ വീണ്ടും വരുന്നവരെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ Ribhavana Shantarana Vaidavana Ribhavana Shantarana Vaidavana Udavana Shantarana Ribhavana Shantarana Vaidavana Udavana Shantarana Ribhavana Shantirana Vaidavana Calvary Rectum, Yeshuva Rectum, Rectum Jayam, Rectum Jayam, Rectum Jayam, Calvary Rectum, Rectum Jayam, Yeshuva Rectum, Calvary Rectum, Rectum Jayam, Rectum Jayam, Rectum Jayam.
ഓ റീഭാവാന ശബ്ദാരാധന വൈഡവരാധന ദുടവാരകജന കാൽവരി രക്തം യേശുവ രക്തം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം കാൽവരി രക്തം ദുടവാന റീഭാവാന ശബ്ദാരാധന വൈഡവരാധന വാച്ഛകളെയും അധികാരങ്ങളെയും ശത്രുവിന്റെ സകലബലത്തെയും ആയുധമൃഗം വെപ്പിച്ച ഓ ജയാളിയായ ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുന്നത് ആരാധനയിൽ വിടുതലുകൾ കർത്താവ് വഹിക്കുന്നതിനായി സ്തോത്രം രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിലുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ നിരാശകൾ മാറിപ്പോകട്ടെ ഓ യേശുവിന്റെ നാമത്തിൽ ഭയങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ വേവലാധികളും മാറിപ്പോകട്ടെ ഇന്ന് പകൽക്കാൽ സമാധാനം നൽകട്ടെ ഓ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിലുള്ള സ്വസ്ഥത അനുഭവിക്കട്ടെ ചൂടാവാന റീഭാവാന ശംഖാരാജ വൈഡവരാജന ദുടവാരകജന കാൽവരി രക്തം യേശുവ രക്തം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം കാൽവരി രക്തം യേശുവ രക്തം യേശുവ രക്തം ചൂടാവാന റീഭാവാന ശംഖാരാജ വൈഡവാന റീഭാവാന ശംഖാരാജന ചൂടവരാജന വൈഡവാന റീഭാവാന ശംഖാരാജ റീഭാവാന ചൂടവാന യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക ഓ റീഭാവാന ശംഖാരാജ വൈഡവരാജന ഹല്ലേലൂയ ഹല്ലേലൂയ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും തന്നെ നാം മറക്കരുത്. കർത്താവ് നമുക്ക് കഴിഞ്ഞൊരാഴ്ച വട്ടം കർത്താവ് നമ്മൾ അത്ഭുതകരമായി വഴി നടത്തി. കണ്ണിൽ നിന്ന് കാലുകളെ വീഴ്ചയിൽ നിന്ന് കാണനേ മരണത്തിന്ന് കർത്താവ് വിടുവിച്ച് ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ദൈവസന്നിധിയിലെ കടന്നു വന്ന് കർത്താവ് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ഈ പകൽക്കാലം ദൈവസന്നിധാനത്തിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ വിശുദ്ധ സമായോഗം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണം. ആരംഭ സമയം മുതൽ അതിൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെയും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുവാൻ ആമൻ ചന്തമായ നിലയിൽ ഉചിതമായ നിലയിൽ എല്ലാ ശുശ്രൂഷകളും വർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പൽക്കാലം കടന്നു വന്നു. നാം കടന്നു വന്ന പോലെ മടങ്ങി പോകുവാനല്ല, ഒരു പുതുകൃപ പ്രാപിച്ച് പുതുശക്തി പ്രാപിച്ച് പുതുബലം പ്രാപിച്ച് ആത്മാ നിറവോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിച്ച് ബലമേറ്റെടുത്തുകൊണ്ട് വരും ആഴ്ചകളിൽ ജീവിക്കുവാൻ വേണ്ടുന്ന ഒരു അഭിഷേകവും നമ്മുടെ മേൽ പകരപ്പെടുവാൻ തക്കവണ്ണം ആമേ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിലെ തുടർന്ന് നിൽക്കുന്ന ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തോട് നന്ദി പറയുന്നപ്പാ. 2-3 പേരിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിനായി നന്ദി പറയുന്നു. വാഗ്ദാന ദൈവം വിശ്വസൻ വാക്കുമാറാത്തവൻ കർത്താവെ അന്ത്യത്തോളം ഞങ്ങളെ കരുതലോട് ദയയോട് മനസ്സലിവോട് കർത്താവെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം പകരണേ, ദൈവശക്തി പകരണേ, ആത്മശക്തി കൊണ്ട് നിറയ്ക്കണം. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ ഹല്ലേലൂയ ദൈവമേ 2-3 പേരിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യമുണ്ടെന്ന് വാക്കുത്തന്നെ കർത്താവെ ഞങ്ങളുടെ മധ്യമുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കർത്താവെ പെറ്റമ്മ താൻ കുഞ്ഞിനെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുന്ന കർത്താവിൻ്റെ നെഞ്ഞോട് ആ ചൂടോടെ കൂടെ കർത്താവെ ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ കൃപയാൽ ശക്തിയാൽ കർത്താവെ ഞങ്ങളുടെ തലമുറകളിൽ കർത്താവ് പൊതിഞ്ഞ് ചിറകിൻ്റെ കീഴെ മൂടി മറച്ച് കർത്താവെ അനർത്ഥങ്ങൾ ആപത്തുകൾ കർത്താവെ ഹല്ലേലൂയ വരുന്നിടത്തെല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് ഇത്രത്തോളം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. നിന്നതല്ല ദൈവം നിർത്തിയതാണ്, വന്നതല്ല ദൈവം കൂട്ടി വരുത്തിയതാണ്. കർത്താവെ ഹല്ലേലൂയ കണ്ണനെ കണ്ണുനീർന്നും കർത്താവെ കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മറന്നതിന് എൻ്റെ യേശപ്പച്ചൻ ഇത്രത്തോളം വിടുവിച്ച് യേശപ്പച്ചൻ കൃപയാലും ശക്തിയാലും ആത്മാവിലും അഭിഷേകത്തിലും പലവിധമായി കർത്താവെ വിഷമങ്ങളും സങ്കടങ്ങളും ഭരണകൂടത്തെല്ലാം ദൈവത്തിൻ്റെ കരത്താൽ ഞങ്ങൾ ഓരോ ദിവസങ്ങളും കർത്താവെ ഹല്ലേലൂയ കൂട്ടുകാരായാലും കർത്താവെ
ഹല്ലേലൂയ ദൈവമേ, സഹോദരന്മാരായാലും സഹോദരിമാരായാലും മക്കളായാലും കർത്താവെ, നമ്മളെ കാര്യങ്ങളിൽ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചാലും എൻ്റെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇത്രത്തോളം കൂടെ ഇരുന്ന് അപ്പാ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കഴിഞ്ഞാൽ ഒരു നാളും നന്ദി പറയാതെ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കാൻ കഴിയില്ല കർത്താവെ. അനേകർ ലോകം വിട്ട് മാറ്റപ്പെടുമ്പോഴും അനേകർ രോഗിയായി കിടപ്പളാവുമ്പോഴും കർത്താവിൻ്റെ കരുതലോട്, കർത്താവെ ദയയോട്, മനസ്സലോട് ഇത്രത്തോളം കർത്താവിനെ ആരാധിപ്പാണ്, സ്തുതിപ്പാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തന്ന ആയുസ്സനായി ആരോഗ്യത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു കർത്താവെ. കുറവുകളെ ഒന്നും ഓർക്കല്ലപ്പ. ഞങ്ങളുടെ നോട്ടത്തിലെ ഭാവത്തിൽ ചിന്തനകളെ കൊടുക്കൽ വാങ്ങൽ ഇടപാട് സംസാരം പ്രവൃത്തി സകല കുറവുകളെയും കർത്താവ് ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയായുള്ള ആരാധനയെ സ്വർഗം അനുഗ്രഹമാക്കി തരുവാൻ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാ കർത്താവെ ഹല്ലേലൂയ കൂട്ടു സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ പിതാവ് എല്ലാ കുടുംബങ്ങളെയും തലമുറകളെയും സ്വർഗം അവിടെ അനുഗ്രഹിക്കും കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, സമയങ്ങളായി ദൈവസന്നിധിയിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, ഉപവാസത്തിൻ്റെ വിഷയത്തിന്മേൽ അത്ഭുതകരമായി അടയാളങ്ങൾ, അതിശയങ്ങൾ, അത്ഭുതങ്ങളെ കാണുവാൻ ദൈവകൃപയാൽ ഓരോ കുടുംബത്തെയും തലമുറകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവദാസനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ മറവിലെ ദൈവം അവിടുന്ന് നിർത്തണം, കുടുംബമായി അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സഭയായി നടത്തപ്പെട്ട എല്ലാ സുവിശേഷ വേലകളും കർത്താവിൻ്റെ കരത്താൽ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശക്തീകരിക്കണം, സഹായിക്കണം, നിന്നെ ശക്തിയാക്കണം മുഖാന്തരം സകലത്തിലും മതിയായ ദൈവത്തോട് നന്ദി പറയുന്നു കർത്താവെ. മുൻപേ നിന്റെ നീതിയും രാജ്യവും കണ്ടെത്തുവാൻ അതിൻ്റെ പിന്നാൽ എല്ലാം വന്ന് ചേരുമെന്ന് വചനപ്രകാരം കർത്താവെ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീതി കൂടി, ദൈവത്തിൻ്റെ വഴി കൂടി ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ കരം പിടിച്ച് തന്നെ നടക്കാനുള്ള കൃപ ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും സ്വർഗം അവിടുന്ന് പകർപ്പെടുവാൻ ശക്തീകരിക്കാൻ കൃപയാൽ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും രോഗത്തിൽ, ദുഃഖത്തിൽ, വേദനകളിൽ കടന്നു വന്നവർ ഉണ്ടെങ്കിൽ കർത്താവെ ഹല്ലേലൂയ വചനം അഴിച്ച് സമാധാനം, ആശ്വാസം അവരിൽ പകരണമേ. മടങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവം കൃപയാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ആരാധന സ്വർഗത്തിൽ അത് പ്രസാദമാക്കി തരുവാൻ സഹായിക്കണമേ. പാട്ട് പാടണം കർത്താവെ. മക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൊണ്ട് അവർ നിറയ്ക്കണം, ആത്മശക്തിയാൽ അവർ നിറയ്ക്കണം കർത്താവെ. ആത്മാവിലുള്ള ആരാധന കർത്താവെ, വചന ശുശ്രൂഷ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങളെ സഹായിക്കാമെന്ന് വാക്ക് തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം. ഇന്നയോളം ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ആരാധന അനുഗ്രഹമാക്കി തരണം കർത്താവെ. ഹല്ലേലൂയ വചന ശുശ്രൂഷിക്കുമ്പോൾ ദാസന്മാരെ സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. നിന്റെ വായി വിസ്താരമായി തുറക്കുമ്പോൾ അതിൽ നിറയ്ക്കാമെന്ന് വാക്ക് തന്നെ കർത്താവെ. വചനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം, വചനം കൊണ്ട് ഞങ്ങൾ ആശ്വാസവും സമാധാനവും സന്തോഷവും ദൈവം ഞങ്ങളെ ദാസന്മാർ കൂടി കർത്താവ് അവിടുന്ന് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് കർത്താവിൻ്റെ കൃപയാൽ അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ആരാധന ആദ്യം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് വെളിപ്പെടുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണം കർത്താവ്. നല്ലവരപ്പ, വല്ലവരപ്പ, വാക്ക് മാറാത്ത ദൈവമപ്പ. ഹല്ലേലൂയ ഉലകത്തെ അധിപതിയപ്പ, അഖിലാണ്ടത്തിലെ ഉടയവനപ്പ, സമാധാനത്തിലെ പ്രഭു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, രാജാതി രാജനപ്പ, ദേവാതി ദേവനപ്പ. മനസ്സലിയുള്ള ദൈവമാണ്, ദയവുള്ള ദൈവമാണ്, കരുണ ഉള്ള ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ് കർത്താവേ. അതിശയങ്ങൾ മാത്രം ചെയ്യുന്ന കർത്താവാണ് കർത്താവേ. ഹല്ലേലൂയ ഒരു നാളും നിന്നെ കൈവിടലെന്ന് പറഞ്ഞ കർത്താവിനോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഉലകത്തിൽ ഒരുവൻ സമാധാനത്തെ പ്രഭു, അഖിലാണ്ടത്തിലെ ഉടയവനെ കർത്താവിനോട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ആരാധന ശുശ്രൂഷ പാട്ടുകളെല്ലാം സ്വർഗം പ്രസാദമാക്കി തരുവാൻ അനുഗ്രഹിക്കുന്നു. നല്ല സങ്കീർത്തനങ്ങൾ, സാക്ഷികളെ കേൾക്കുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. നമുക്ക് മഹത്വപ്പെടുത്താം. അക്സ പ്രാർത്ഥിക്കുക. അക്സ മൈക്ക് വിളിച്ച് പ്രാർത്ഥിക്കും, ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. നല്ല ദിവസം തന്നതിനായി നന്ദി പറയുന്നു. പിതാവേ, വന്നതിനടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാവരും
നല്ല ആത്മനേരത്തിലായി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, പാടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നന്നായി പാടുക നീ സഹായിക്കണമേ. ഫാസ്റ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, നല്ല വചനങ്ങളെ പറയാൻ നീ സഹായിക്കണമേ. പിതാവ് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യം നീ അറിയണ്ടല്ലോ, അതൊക്കെ നീ നിറവേറ്റി കൊടുക്കാൻ നീ സഹായിക്കണമേ പിതാവേ. വന്നതുപോലെയല്ല പോകുമ്പോൾ നല്ല അത്ഭുതകരമായി വേണ്ടി കൃപ നൽകണമേ പിതാവേ. ഈ സ്ഥാനത്തെ തന്നെ ആമേൻ. ആമേൻ. കർത്താവിനുടെ പ്രാർത്ഥന കേട്ടോർത്ത് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തുടർന്ന് പ്രാർത്ഥിക്കാം, സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക, മൈക്ക് പിടിച്ചിട്ട്. இயேசு கிறிஸ்து நாம் மகிமைப்படுவதாக. தேவனும் ரட்சகருமாயிருக்கிற கர்த்தரா இயேசு கிறிஸ்துவின் நாமத்தினாலே அப்பா இந்த கூடுகையை ஆசீர்வதியும் தகப்பனே. வல்லமை உள்ள கரம் எங்கள் ஜீவிதமான படகில் இயேசு ராஜாதி ராஜா எங்கள் மத்தியிலே கூட உண்டு என்கிற அப்பா திடமும் அஸ்திபாரமுள்ள நம்பிக்கை எங்கள் இதயங்களில் தோன்றியதற்காக உம்மை ஸ்தோத்தரிக்கிறோம், துதிக்கிறோம் தகப்பனே. அப்பா, நான் இந்த பாதையில் இந்த யாத்திரையில் தனிமையானவன் அல்ல, என்னோடு கூட இயேசு கிறிஸ்து உண்டு என்கிற அப்பா உன்னதமான நிலை இந்த சபைக்கு உண்டானது நிமித்தம் உம்மை ஸ்தோத்திக்கிறோம், துதிக்கிற தகப்பனே. എന്റെ ദേശം ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശമും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശമും അവിടെയില്ല. അരിമേനിക്ക് കിരീടമുണ്ട്, ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമുണ്ട്, ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. യേശുവേ ഉമ്மை സ്തോத்திரிக்கிற தகப்பனே. പരിഹരിക്കപ്പെടും கடைசி சத்துரு மரணம், அது யோர்தான் ஆவாது. அப்பா, இந்த மரணத்தை ஜெயித்த எங்கள் தேவாதி தேவன் இயேசு கிறிஸ்துவே, உம்முடைய பிள்ளைகளாக சபை ஒருங்கினதற்காக உம்மை ஸ்தோத்திரிக்கிறேன், துதிக்கிறேன் தகப்பனே. நாங்கள் யாவரும் மரணத்தை ஜெயித்து அப்பா சியோனிலே குடியிருக்க கர்த்தர் நீர் சித்தம் கொள்வீராக. அப்பா, இயேசு கிறிஸ்து நாமும் மகிமைப்பட்டதற்காக ஸ்தோத்திரம். ஆவிலே எளிமை உள்ளவன் பாக்கியவான், அவன் தேவன் பரவராஜ்யத்தை சுதரித்துக் கொள்வான். இரக்கமுள்ளவன் பாக்கியவான், அவன் இரக்கம் பெறுவான். சமாதானம் பண்ணுகிறவர் பாக்கியவான், அவன் தேவனுடைய புத்திரன் எனப்படுவான். அப்பா, துயரப்படுகிறவர் பாக்கியவான், அவர்கள் ஆறுதல் அடைவார்கள். அப்பா, இருதயத்தில் சுத்தமுள்ளவர்கள் பாக்கியவான், அவன் தேவனை தரிசிப்பான். அவன் நாமத்தின் நிமித்தம் அப்பா உங்களை பலவிதமான தீமையான மொழிகளில் உங்கள் பேரில் பொய்யாய் சொல்வார்களானால் நீங்கள் பாக்கியவான்களாய் இருப்பீர்கள். பரலோகத்தில் உங்கள் பலன் மிகுதியாய் இருக்கும் என்று தேவன் சொல்லியிருக்கிறார். அப்பா, உங்களுக்கு முன்னிருந்த பிரவாசகன்மாரையும் அப்படியே செய்தார்கள் அல்லவா? இயேசுப்பா, நீர் நல்லவரும் வாக்கு மாறாதவருமாய் இருக்கிற தகப்பனே. இயேசுவே, எங்கள் யாவரையும் விடுவித்த கிருபைக்காக ஸ்தோத்திரம். எங்கள் கட்டுகள் உடைந்ததற்காக ஸ்தோத்திரம். எங்கள் போராட்டங்கள் மாறினதற்காக ஸ்தோத்திரம்.
எங்கள் படகில் இயேசு கிறிஸ்து உண்டு என்கிற திடாஸ்திபாரமுள்ள நம்பிக்கை யாவர் மேலும் உண்டானதற்காக ஸ்தோத்தரிக்கிறோம் தகப்பனே. அவரே பிரதான மேய்ப்பன், அவரே பிரதான அப்போஸ்தலன், அவரே பிரதான தீர்க்கதரிசி, அவரே நம்மளுடைய ராஜா, அவரே நம்மளுடைய நியாயாதிபதி, அவரே நம்முடைய நியாய பிரமாணிக்கன், அவரே நம்முடைய நித்திய கண்மலை, அவரே நம்முடைய மகா பரிசுத்தமுள்ள நித்யானந்தமுள்ள ஏக சக்கராதிபதி. அவர் ராஜாதி ராஜா, அவர் கர்த்தாதி கர்த்தர், அவர் சேரக்கூடாத ஒளியில் வாசம் பண்ணுகிறவர். அப்பா, எங்கள் மத்தியிலே உலாவினதற்காக ஸ்தோத்திரம். ஒவ்வொரு இருதயங்களையும் பிரகாசிக்க பண்ணும் தகப்பனே. இயேசு கிறிஸ்துவின் மகா பரிசுத்தமுள்ள நாமத்தில் ஜெபிக்கிறோம். அப்பா, பாஸ்டர் குடும்பத்தையும் ஆசீர்வதி தகப்பனே, வேலையடைந்த தகப்பனே. அது மட்டுமல்லாமல் விசுவாச குடும்பங்களை கர்த்தர் நீர் ஆசீர்வதித்து உயர்த்துவீராக தகப்பனே. அவர்களை வேலையெடுத்து பாதுகாத்துக் கொள்ளுங்க தகப்பனே. இன்னும் ரட்சிக்கப்படாதிருக்கிற ஒவ்வொரு பிள்ளைகளையும் கர்த்தர் நீர் கூட்டி சேர்ப்பீராக அப்பா. அப்பா, எங்களோடு கூட இயேசு கிறிஸ்து என்கிற உண்டு என்கிற அறிவு அப்பா அநேக ஜனங்களை அப்பா கொண்டு வரும்படியாக ஸ்தோத்தரிக்கிற தகப்பனே. விடுவிக்கிறவர், ரட்சிக்கிறவர், அப்பா எங்கள் மத்தியிலே உலாவிறவர் நீர் ஒருவரே. உம்மை ஸ்தோத்தரிக்கிறேன், துதிக்கிறேன் அப்பா. இயேசு என்னும் மகா பரிசுத்தமுள்ள நாமத்தில் ആമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതോർത്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കുര്യാക്കോസായലിന് കൊടുക്കും മൈക്ക്. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ കൂട്ടായ്മയെ അങ്ങയോട് സമർപ്പിക്കുന്നു. ഇതിൽ വന്നവരെയും വരാൻ സാധിക്കാത്തവരെയും ദൈവമേ അങ്ങോട്ട് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. കരുണയായ കർത്താവേ, ഈ കൂട്ടായ്മയെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ. എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ഈ കൂട്ടായ്മയോടെല്ലാം നാശത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവിധ അന്ധകാരങ്ങളെയും പൈശാചമന്ത്രങ്ങളെയും ദുഷ്ടാരൂപങ്ങളെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ രോഗങ്ങൾ വർഷിക്കണം, പരിശുദ്ധാത്മാവിനെ നയിക്കണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. കർത്താവിനുടെ പ്രാർത്ഥന കേട്ടതോർത്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിലെ ഒരല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലെ നാം ചേർന്ന് പാടുകയും കർത്താവിനെ ആത്മാവിൽ പാടി ആരാധിക്കുകയും ചെയ്യാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ശക്തമായി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. Praise the Lord. Hallelujah. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെയും വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകുന്ന നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണെന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. മഹാദൈവത്തിന്റെ സന്നിധിയിലാണല്ലോ ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. സകല മഹത്വത്തിനും ഹല്ലേലൂയ പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന കർത്താവാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ ദൈവം ഹല്ലേലൂയയ്ക്ക് മഹത്വം കടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ആരാധനയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, സമർപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഓ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ഉള്ളതുപോലെ ഹല്ലേലൂയ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് അവിടുന്ന് നമ്മെ ഹല്ലേലൂയ നടത്തിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എല്ലാം നന്മകളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്നുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം ആരാധന എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക, നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം മറ്റു ചിന്തകൾ നമ്മിൽ നിന്ന് മാറി പോകട്ടെ, ലോകപരമായ ചിന്തകൾ നമ്മിൽ നിന്ന് മാറി പോകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് നിരാശ കൊണ്ടുവരുന്നത് ഓ ഹല്ലേലൂയ സാത്താന്റെ ഒരു തന്ത്രമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിരാശയിട്ടോ ഭാരമിട്ടോ അവനെ ഹല്ലേലൂയ അലട്ടുവാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ യേശുവിൽ അവന് പൂർണ്ണമായി വിശ്വസിപ്പാൻ
കഴിയോ? ഇന്നത്തെ ആരാധനയിലായിരിക്കുന്ന എല്ലാവരും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്നുകൊണ്ട് അല്പസമയം ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. മഹാദൈവത്തിന്റെ സന്നിധിയില ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനായവൻ, സ്തോത്രത്തിന് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലായിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം മൗനമായി നിൽക്കാതെ ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്നുകൊണ്ട് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം സ്തുതി എന്ന യാഗം, സ്തോത്രം എന്ന യാഗം ഇന്ന് പകൽക്കാലം ഇടവിടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. അങ്ങേ പോലെ ആരുമില്ല. ഹല്ലേലൂയ. ലോകം നമ്മെ മനസ്സിലാക്കാതിരുന്നപ്പോ, ലോകം നമ്മെ തള്ളിക്കളഞ്ഞപ്പോ, അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കാതെ നമ്മെ ചേർത്ത് പിടിച്ച് ഒരു നല്ല കർത്താവിന്റെ സന്നിധിയില ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, വേദനകളെ അറിയുന്ന കർത്താവ്, നൊമ്പരങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുള്ള ഓർത്ത് ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയെ നോക്കി ഭാരപ്പെടുവാനല്ല, ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളെ നോക്കി കരയുവാനല്ല. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളെ ജയിച്ചവൻ എൻ്റെ കൂടെയുണ്ട്, പ്രതിസന്ധിയെ തരണം ചെയ്തവൻ എൻ്റെ കൂടെയുണ്ട്. കാറ്റടിച്ചാലോ മഴ പെയ്താലോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ പടകിൽ യേശുവുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവിശ്വാസം നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ, വിശ്വാസം നമ്മിൽ അകത്ത് കയറട്ടെ. ഇന്ന് പകൽക്കാലം രോഗത്തിലൂടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ആരാധനയിൽ കടവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുവിക്കുവാൻ കഴിയുന്നവൻ, സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം എൻ്റെ ഹാലിൽ കൂടെയുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എനിക്കൊരു വിടുതൽ ഇന്ന് പകൽക്കാലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സൗഖ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ്. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് പോലെയല്ല. കർത്താവ് ഹല്ലേലൂയ സൗഖ്യമാക്കിയതെല്ലാം വ്യത്യസ്തമായ നിലവാരങ്ങളിലൂടെയാണ്. ൂഢവാന റീഭവാന ശബ്ദരാജ വൈഡവാന കാൽവരി ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. റീഭവാന ൂഢവാന റിഘവാന ശബ്ദരാജ വൈഡവാന. അല്പസമയം എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാട്ടെ. റിഘവാന ൂഢവാന ശബ്ദരാജന. അവിടുന്ന് നമ്മെ കൃപകളാൽ നിറയ്ക്കുന്നവനാ, അവിടുന്ന് നമ്മെ പുതിയ ഭാഷാപരങ്ങളാൽ നിറയ്ക്കുന്നവനാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്നത്തെ ആരാധനയിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, കാൽവരി രക്തത്താൽ ജയമെടുക്കുക. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ, യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ കൂട്ടി വരുത്തിയതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി കരേറ്റുന്നപ്പാ. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യേശു ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്തതെല്ലാം വ്യത്യസ്തമായ നിലവാരങ്ങളിലാ. ഹല്ലേലൂയ. ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അത്ഭുതമല്ല മറ്റൊരിടത്ത് ചെയ്യുന്നത്. ഒരുവനെ തൊട്ട് സുഖപ്പെടുത്തിയെങ്കിൽ മറ്റൊരിടത്ത് അവന്റെ ഹല്ലേലൂയ കണ്ണിൽ ചേർപുരുട്ടിക്കൊണ്ട് സുഖപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ നിലവാരങ്ങളിലാ കർത്താവിന്റെ വിടുതലുകൾ സംഭവിക്കുന്നത്. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്നെന്നെ സൗഖ്യപ്പെടുത്തുവാ, ഇന്നെന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തുവാ, ഇന്നെന്നെ വിടുവിക്കുവാ എൻ്റെ ദൈവം എൻ്റെ മധ്യത്തിലുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നവർ, ഹല്ലേലൂയ പ്രൈസ് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആത്മാവിലൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട, അവന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരും. ൂഢവാന റിഘവാന ശബ്ദരാജന വൈഡവാന.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, കാൽവരി രക്തത്താൽ ജയമെടുക്കുക. ഓ അവിടുത്തെ ശക്തി എന്ന പകൽക്കാലം വ്യാപരിക്കട്ടെ, അവിടുത്തെ ബലം എന്ന പകൽക്കാലം വ്യാപരിക്കട്ടെ, ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ വ്യാപരിക്കട്ടെ. ചൂടവാന റേഭവാന ശബ്ദരാജ വൈഡവാന കാൽവരി രക്തത്താൽ ജയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. ഇത് പകൽക്കാല സാധ്യതയില്ലാത്തിടത്ത് നിന്ന് പൊട്ടി മുളയ്ക്കുന്നത് പോലെ ചില അനുഭവങ്ങളെ അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ അയക്കുവാൻ ശക്തനായ ദൈവമാ. ചൂടാവാന റീഭാവാന ശബ്ദരാജന. ഓ വഴിയില്ലാത്തിടത്ത് വഴിയെ കൊണ്ടുവരുവാൻ കഴിയുന്നവൻ, ഇസ്രായേൽ മകൾക്ക് വേണ്ടി വഴി തുറന്നവൻ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ വഴി തുറക്കുവാൻ അവൻ ശക്തനായ ദൈവമാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. എവിടെ നിന്ന് ചിന്തിക്കേണ്ട, ആര് സഹായിക്കുമെന്ന് ചിന്തിക്കേണ്ട, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവൻ, ഓ സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്നവൻ, ഹല്ലേലൂയ, മന്നയെ തന്ന് പോഷിപ്പിക്കുന്നവൻ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഒപ്പമുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നാളെയെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട, നാളെയെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. എൻ്റെ ഹല്ലേലൂയ ജീവിതം ഹല്ലേലൂയ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്, ദൈവത്തിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളവൻ, ഇന്ന് ജീവിക്കുന്നവൻ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ദൈവകരങ്ങളിൽ നൽപത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി എന്ന പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുക, ദൈവ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നമ്മെ നിറയ്ക്കുകയാ. ഇന്ന് പകൽക്കാലം നിറയ്ക്കുന്നവന്റെ നിറമായ, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിറവിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ നിറഞ്ഞു വരുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ ദൈവമാ. ഹല്ലേലൂയ. ദൈവശക്തി എന്ന പകൽക്കാലം വെളിപ്പെടുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പാട്ടിന്റെ ഇരടികൾ ചേർന്ന് ദൈവസന്നിധി ഒന്ന് പാടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തിയാൽ അവിടുന്ന് നമ്മെ നിറയ്ക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം കൊണ്ട് അവർ നമ്മെ നിറയ്ക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്തുതിച്ചു പാടിടോ മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കോ. സ്തുതിച്ചു പാടിടോ മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കോ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. കരങ്ങളെ വീശിക്കൊണ്ട് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ,
അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. You are great, your work is so great, there is no one else like you, there is no one else like you, for you are great, you do miracles so great, no one else like you, there is no one else like you. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. കരങ്ങളെല്ലാം വീശുകൊണ്ട് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. യേശുവേ, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഇന്ന് പകൽക്കാലം യേശുവിനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏതു പ്രശ്നത്തിനും പരിഹാരം യേശുവിന്റെ പക്കലുള്ളത് ഓർത്ത് ഇന്ന് പകൽക്കാലം കൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവസാനം കാണുവാൻ വേണ്ടി ലോകം വിധി എഴുതുമ്പോൾ, സിംഹത്തിന്റെ കുഴി അടയ്ക്കുവാൻ നോക്കുമ്പോൾ ഇനി അതിൽ നിന്ന് കയറി വരത്തില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് പകൽക്കാലം സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം ലോകം നോക്കി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വരുന്നത് ഹാലിൽ ദർശിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് പ്രതിസന്ധിയുടെ നടുവിലായാലോ, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലായാലോ, ഓ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ല. മനുഷ്യനിലുള്ള ആശ്രയം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഓ ഹല്ലേലൂയ, സിംഹത്തിന്റെ വായടയ്ക്കുവാൻ കഴിവുള്ളവൻ നമുക്ക് വേണ്ടി ഇന്നും ജീവനുള്ളവനാ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, അധരങ്ങളെ തുറന്നുകൊണ്ട് ഓ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ യഹോവയുടെ മേൽ നമ്മുടെ ഭാരം വെച്ചുകൊള്ളുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അപ്പോസ്തലനായ ഹല്ലേലൂയ പത്രോസ് പറയുക, ഹല്ലേലൂയ, ഓ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭാവിയെ കുറിച്ച് ഭാരപ്പെടേണ്ട, ഓ തലമുറകളെ കുറിച്ച് ഭാരപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ഭാവി അറിയുന്നൊരു കർത്താവുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന വഴികളെ ഓർക്കുമ്പോ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവാൻ നമുക്ക് കഴിയണം. ഇന്ന് പകൽക്കാലം ഭാരം പേറിയവരായി നമ്മൾ മുൻപോട്ട് പോകുമ്പോ നമുക്ക് ഹല്ലേലൂയ നിരാശ കടന്നു വരിക, ഭാരം കടന്നു വരിക, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല, പിശാച് നമ്മളെ വലിച്ചു മുറുക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഭാരം നമ്മൾ ചുമക്കേണ്ടത് ആവശ്യമില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞാട്ടെ, അവൻ എനിക്ക് വേണ്ടി കരുതുന്നതാകയാ എന്റെ സകല ചിന്താകുലവും ഞാൻ അവന്റെ മേലിട്ടുകൊള്ളുക. എന്ന് പകൽക്കാലം എത്ര പേർ ചേർന്ന്
എന്ന് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അവൻ ഓടുമ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹല്ലേലൂയ ഡ്രസ് ഉപയോഗിച്ചായിരിക്കും അവൻ ഓടുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസിനോട് അധികം ഹല്ലേലൂയ പ്രൈസ് ഭാരമുള്ള വസ്തുക്കൾ അവനവന്റെ മേൽ ചുമന്നാൽ അവൻ ഓട്ടം പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓടുമ്പോ ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരം ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു. ഇന്ന് പകൽക്കാലം അവൻ നമുക്ക് വേണ്ടി കരുതുവാൻ ശക്തനാ, അവൻ നമ്മെ പോറ്റുവാൻ ശക്തനാ, പുലർത്തുവാൻ ശക്തനാ. ലോകം കൈവിട്ടാലും കൈവിടാത്തവൻ, ലോകം നമ്മെ മറന്നാലും നമ്മെ മറക്കാത്തവൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഓ ഹല്ലേലൂയ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ ഞാൻ മടുത്തു, എനിക്ക് വയ്യ, എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കാലേബിനെ നോക്കിയേ, 85 വയസ്സിലും താൻ പറയുക, തനിക്ക് ലഭിച്ച ഹല്ലേലൂയ പ്രൈസിനൊരു വാഗ്ദത്തത്തിന് നിവർത്തിക്ക് വേണ്ടി താൻ പറയുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ അവൻ തളർന്നു പോയില്ല, അവൻ ക്ഷീണിച്ചു പോയില്ല. ഓ ഹല്ലേലൂയ വാഗ്ദത്തത്തിന് വേണ്ടി അവൻ ഹല്ലേലൂയ മുൻപോട്ട് പോകുവാനിടയായിട്ടുണ്ട് പോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പിശാച് കൈവശം വെച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുവാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കഴിവ് ഹല്ലേലൂയ നമ്മിലൂടെ പ്രവർത്തിക്കുവാനിടയായിച്ചിരി. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ അവസാനിച്ചുവെന്ന് തീർന്നുവെന്നും പറയുന്നിടത്തു നിന്ന് ഒരു തുടക്കത്തെ ഹല്ലേലൂയ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളവൻ. ഓ ഭവനത്തിനു വേണ്ടി, ഓ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. താൻ പറയുക, ഞാൻ ഇനിയും ഓടും വിശ്വാസത്തോടെ. ഇന്ന് പകൽക്കാലം ആർക്കെല്ലാം ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയല്ല. തടവറയിൽ കിടന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തടവറയിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുണ്ട തടവറയിൽ നിന്ന് മരണം കാത്തുകിടക്കുമ്പോ താൻ പറയുക, തന്റെ ഓട്ടം വെറുതെയല്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ കാത്തുവച്ചിരിക്കുന്ന ഒരു കിരീടം അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ കാലേബിനെ പോലെ വിശ്വാസമുള്ളവനായി ക്ഷീണിച്ചു പോകാതെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ബലം പകരുമാറാകണമെന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശു നല്ലവൻ, അവൻ വല്ലവൻ, ഹല്ലേലൂയ അവൻ ദയയോ എന്നുമുള്ളത് അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ ഒരുമിച്ച് പാടുവാൻ പോകുക. ചേർന്ന് നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് പാടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നല്ലവേ, അവൻ വല്ലവേ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവേ, അവൻ വല്ലവേ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെ കരയ്ക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെ കരയ്ക്കു ചാഞ്ഞു വന്നല്ലോ. അശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടിൽ നിന്നും കയറ്റി. ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഭാരങ്ങളെ ഭാരമേ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. ഓ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ശബ്ദാരാധന ഗുണവാനക ശബ്ദേരവദന വൈഡവരാധ ദീപാവാന ശബ്ദാരാധന ഗുണവാനക ശബ്ദാരഗജ വൈഡവാന റിബാവാന ശബ്ദാരാധന ഗുണവാനക ശബ്ദേരവദന വൈഡവരാധ ദീപാവാന ശബ്ദാരാധന ഗുണവാനക ശബ്ദാരഗജ വൈഡവാന റിബാവാന ശബ്ദാരാധന ഗുണവാന ശബ്ദേരഗജന റിബാവാന ശബ്ദാരാധന വൈഡവരാധ ഗുണവാനക ശബ്ദാരഗജ വൈഡവരാധ ഗുണവാനഗജന ശബ്ദാരാധ റിബാവാ ഗുണവരാധ വൈഡവരാധ ശബ്ദാരാധ റിബാവാന ശബ്ദേരഗജന വൈഡവരാധ ഗുണവാന റിബാവാന ശബ്ദാരാധ വൈഡവാന റിബാവാന ശബ്ദാരാധന ഓ റിബാവാന ശബ്ദേരഗജന വൈഡവരാധ ഗുണവാനഗജന ഗുണവാനക ശബ്ദാരാധ വൈഡവാന റിബാവാന ശബ്ദാരാധ. യേശുവരക്തം യേശുവരക്തം അൽവരക്തം യേശുവരക്തം യേശുവരക്തം. ഓ റിബാവാന ഗുണവാന റിബാവാന ശബ്ദാരാധ വൈഡവാന റിബാവാന ശബ്ദാരാധന ഗുണവാനഗജന വൈഡവാന ശബ്ദാരാധ റിബാവാന റിബാവാന ശബ്ദാരാധന വൈഡവാന. Oh Jesus, hallelujah, 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 hallelujah. Rigavana Shabdarana Vaidavana Rivavana Shabdarana Vaidavana Rudavana Rivavana Shabdarana Vaidavana Rivavana Shabdarana Vaidavana Rudavana Vaidavana Shabdarana Rivavana Shabdarana Rudavana Shabdarana Vaidavana Rivavana Shabdarana Vaidavana. Alvarektam Ishvarektam Rektam Jaya Rektam Jaya Rektam Jaya Alvarektam Ishvarektam Rivavana Rudavana Rivavana Shabdarana Vaidavana Rudavana Alvarektam Jayavadikia Yeshuvadana Jayavadikia Rivavana Rudavana Vaidavana Rivavana Shabdarana Vaidavana Rudavana Shabdarana Rivavana Rikavana Shabdarana Vaidavana. ദൈവ ശക്തി എന്ന പകൽ കാലം പകരപ്പെടുകയ ദൈവത്തിന്റെ ശക്തി എന്ന പകൽ കാലം പകരപ്പെടുകയ പരിശുദ്ധാത്മാവിന്റെ ചലനം എന്ന പകൽ കാലം വെളിപ്പെടുകയ രോഗസൗഖ്യങ്ങൾ പകൽ കാലം സംഭവിക്കുക. ആൾ മാറിയവനെ പോലെ ഇന്ന് പകൽ കാലം കടന്നു വന്നതുപോലെയല്ല ഇന്ന് പകൽ കാലം വലിയ ദൈവഹാലിൽ ശക്തിയോടെ വലിയ അഭിഷേകം
അഭിഷേകത്തോടെ ഹല്ലേലൂയ ആത്മാവിന്റെ നിറവോടെ ഇന്ന് പകൽക്കാലം മടങ്ങി പോകുവാൻ ൂടാവാന റീവാവാന ശബ്ദാരാജ വൈഡവരാജ ഗുഡവാരഗജല വൈഡാവാന ശബ്ദാരാജ ഓ യേശുവ രക്തം കാൽവരി രക്തം രക്തജയം 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 കാൽവരി രക്തം യേശുവ രക്തം രക്തജയം കാൽവരി രക്തം ഓ റീവാവാന ശബ്ദാരാജ വൈഡാവാന റീവാവാന ശബ്ദാരാജ വിട്ടുകൊടുത്ത് ആരാധിച്ചാൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ അടക്കി വെക്കാതെ നമ്മെ തന്നെ പിടിച്ചു മുറുക്കാതെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഫ്രീ ആയി നിന്നുകൊണ്ട് ആരാധിച്ചാട്ടെ. ദൈവശക്തി പകൽക്കാലം വെളിപ്പെടുകയ പുതിയ ഭാഷാവരങ്ങളാൽ നമ്മെ നിറയ്ക്കുക. പുതിയ ഭാഷാവരങ്ങളാൽ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയ കെട്ട് കഴിയപ്പെടുന്ന ആരാധനയായി മാറട്ടെ. ഹല്ലേലൂയ പ്രവചനങ്ങൾ ഹല്ലേലൂയ വെളിപ്പാടുകൾ ഇന്ന് പകൽക്കാലം ജലത്തെ കർത്താവ് കാണിക്കുന്ന ആരാധനയായി മാറട്ടെ. ചൂടാവാന റീവാവാന ശബ്ദരാജ വൈഡവാന റീവാവാന ചൂടാവാന റീവാവാന ശബ്ദരാജ വൈഡവരാജന ദൃഢവാനഗജന വൈഡാവാന ശബ്ദീരഗജന ദൃഢവാനക ശബ്ദരാജ റീവാവാന ചൂടാവാന വൈഡാവാന ഓ ദൈവശക്തി ദൈവശക്തി പകൽക്കാലം വെളിപ്പെടട്ടെ. ഈ പോലെ ഇറങ്ങട്ടെ ഇന്ന് പകൽക്കാലം ദൈവജലത്തിമേൽ ഹല്ലേലൂയ റീഗവാന ചൂടാവാന വൈഡാവാന ശബ്ദരാജ റീഗവാന ചൂടവരാജന വൈഡാവാന ശബ്ദരാജന വൈഡവരാജന റീവാവാന ശബ്ദരാജ റീഗവാന ചൂടാവാന വൈഡവരാജന ദുഡവാരഗജന വൈഡാവാന ശബ്ദരാജ റീവാവാന എല്ലാവരും ആത്മാവിലും നൽവശമേ ആരാധിച്ചാട്ടെ. റീഗവാന ചൂടാവാന വൈഡാവാന റീവാവാന ശബ്ദരാജ വൈഡാവാന ചൂടവരാജന വൈഡവരാജന ശബ്ദരാജ റീവാവാന റീഗവാന ചൂടാവാന വൈഡാവാന ആത്മാവിന്റെ ശക്തി എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ചലനം എന്ന് പകൽക്കാലം വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ ഇന്ന് പകൽക്കാലത്ത് ആരാധന ദൈവജനത്തിന്റെ മേൽ പരിവർത്തിക്കുകയാ. ചൂടാവാന റീവാവാന ശബ്ദരാജ വൈഡാവാന റീവാവാന ശബ്ദരാജ വൈഡാവാന റീവാവാന ചൂടവാന വൈഡാവാന റീവാവാന റീവാവാന ശബ്ദരാജ വൈഡാവാന റീവാവാന ചൂടാവാന വൈഡാവാന റീവാവാന ശബ്ദരാജന ഓ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങട്ടെ. ഓ ദൈവശക്തി ദൈവശക്തി യേശുവിന്റെ ശക്തി പകൽക്കാലം ഓ റീഭവാന ചൂടാവാന റീവാവാന ശബ്ദരാജ വൈഡാവാന റീഗവാന ചൂടാവാന റീവാവാന ചൂടാവാന വൈഡാവാന ശബ്ദരാജ റീവാവാന റീഗവരാജന ദൃഢവാനഗജന വൈഡാവാന ശബ്ദേരഗജന വൈഡാവാന റീവാവാന ചൂടാവാന റീഭവാന റീഗവാന ശബ്ദരാജ വൈഡാവാന റീവാവാന ഓ റീഭവാന ചൂടാവാന റീഭവാന ചൂടാവാന റീവാവാന ശബ്ദരാജ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ ഹല്ലേലൂയ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അവിടെ ഗുണപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിച്ചാൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിരാശകൾ ഭാരങ്ങളെല്ലാം മാറിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ചിലതെല്ലാം പ്രാപിച്ചെടുക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ബലം പകരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വചനത്തിന്റെ വാതിലെ കർത്താവ് തുറക്കണം. പ്രാർത്ഥന കേട്ടതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ ആമേൻ. പ്രാർത്ഥനയോടെ ദൈവസ്ഥ നമുക്കായിരിക്കുമ്പോൾ ജോസഫ് മുമ്പോട്ട് വന്ന് 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം ആമേൻ ശബ്ദം ഉയർത്തി വായിക്കുമടയായിത്തീരും. പ്രാർത്ഥനയോടെ ദൈവസ്ഥ നമുക്കായിരിക്കാം. ലേഖനാണ് സുവിശേഷമാണോ? ബൈബിളും കൊണ്ടുവരണം കേട്ടോ. മൊബൈൽ കൊണ്ടുവന്നാൽ പറ്റില്ല. ബൈബിള് ഒരെണ്ണം കൊണ്ടുവരണം. എന്നിട്ട് വായിക്കണം. ഇവിടെ നിന്നിരിക്കും വായിക്കും. യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത്. പുള്ളിക്ക് 1 തൊട്ട് 30 വരെയാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിൽ 1-ാം അധ്യായം 1 മുതൽ 30 വരെ.
സ്തോത്രം. ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 30 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടത് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്തിലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. ഇവൻ്റെ നിറവിലേക്ക് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ ആകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വഴി നേരെ ആക്കുവാൻ ഇന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവൻ പരീശന്മാരോട് കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്തെന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. ഇത് യോർദാൻകാരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബേഥന്യായിൽ സംഭവിച്ചു. പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവർ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമത്താൻ ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്ന് പോൽക്കാലം വായിച്ചു കേൾപ്പിച്ചിരിക്കുന്ന നല്ല വേദഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നുപോലെ കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് ഇന്നുപോലെ കാലം നമ്മളോട് ഹൃദ്യമായി ഇടപെടുകയും കർത്താവ് നമ്മളോട് സംസാരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നുപോലെ കാലം സജീവൻ എന്നല്ലേ പറഞ്ഞേ? സജീവൻ അല്ലേ? ഒന്ന് എതിരുന്നേ. സഞ്ജയ് എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരൻ ഇന്നുപോലെ കാലം നമ്മുടെ മധ്യേ കടന്നു വരുവാൻ കർത്താവിടെ ആക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് താനും ആരാധനയ്ക്ക് കടന്നു വരുന്നു എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുവാനും ദൈവത്തിൽ കടന്നു വന്ന്
കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുവാനും ഈ പകൽക്കാലം ദൈവം കൃപ കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന് ആമേൻ ദൈവസഭയുടെ അകത്ത് ആത്മാക്കളെ കൊണ്ടുവരുവാൻ കഴിയും. ആമേത്തവർക്ക് വിശ്വാസമുണ്ട്. പ്രൈസോ ദൈവജനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ആലയത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. പ്രൈസലോ ഹല്ലേലൂയ. പ്രത്യേകാൽ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ചൊവ്വാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 10-ാം തീയതി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പട്ടിക്കാടിൻ്റെ പ്രദേശങ്ങൾ കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുന്ന ചിലരെ പരസ്യ പ്രവർത്തനത്തിലെ ആമേൻ ഇടയായിത്തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ തന്നെ വടിയുമായി കടന്നു വന്ന ഒരു രോഗി അവിടെ സുവിശേഷം കേട്ട് മുമ്പോട്ട് വന്നു. ആ സുവിശേഷം കേട്ടതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നപ്പോൾ താൻ ആ വടിയെടുത്ത് ആമേൻ മാറ്റിക്കളഞ്ഞ് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെയുള്ള ദേശനിവാസികൾ ആമേൻ അത് കാണുവാനിടയായി തീർന്നു. ആ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ അരി അടപ്പത്തിട്ടിട്ടാണ് വന്നത്, അരി അടപ്പത്തിട്ടതൊന്നും എൻ്റെ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവിടെ വന്ന് കർത്താവിനെ രക്ഷകനും ആദരവുമായിട്ട് അംഗീകരിപ്പടയായി തീർന്നു. ഞാൻ പറഞ്ഞ കാര്യം, ദൈവസഭയായി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇനിയും ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കോണം കഴിയും. ദൈവസന്നിധിയിൽ തുടർന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടുത്ത ശനിയാഴ്ച നമ്മൾ ഒരു മാസയോഗം അങ്ങനെ നടക്കുന്നുണ്ട്. ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പ് സെൻ്ററിൻ്റെ എല്ലാ ബ്രാഞ്ച് സഭകളും ആമേൻ മണ്ണത്തിയിലെ ചർച്ചും നമ്മുടെ സഭയിൽ കടന്നു വന്നിട്ടാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. എല്ലാ സഭയിലുള്ള ദൈവദാസന്മാരും അവർ കുടുംബമായും എല്ലാ ദൈവസഭയിലുള്ള വിശ്വാസികളും കടന്നു വന്ന് സംബന്ധിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് മാസയോഗം എന്ന് പറയുന്നത്. ചില ആമേൻ വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ മീറ്റിംഗ് ക്രമീകരിച്ചത്. ആ മീറ്റിങ്ങിൽ ഇവിടെയുള്ള ദൈവസഭയിലെ എല്ലാവരും കടന്നു വന്ന് സംബന്ധിക്കണം. സമയമെന്ന് പറയുന്നത് 10 മുതൽ 1 മണി വരെയുള്ള സമയമാണ്. പ്രൈസലോ പ്രത്യേകാല് ആമേൻ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ നമുക്കും അതൊരു വലിയ പ്രചോദനമായിരിക്കും, അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. ആമേൻ നമ്മുടെ ഉത്തരവാദിത്വം കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലേക്ക് ഒരു ഗസ്റ്റായിട്ട് ആളുകൾ വരുമ്പോൾ 10 മുതൽ 1 മണി വരെ പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ സ്തോത്രം പറഞ്ഞിട്ട് നമുക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളവരെ ആതിഥ്യ സൽക്കാര മര്യാദ നമുക്കുണ്ടാകണം. അത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ദൈവജനമാണ് ആമേൻ അതിന് മുൻപന്തിയിൽ നിന്ന് അവർക്ക് ആഹാരം കൊടുക്കുവാൻ ആമേൻ നമുക്ക് കഴിയണം. ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ, പക്ഷെ വിചാരിക്കണ്ടേ? പ്രൈസലോ ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ ദൈവസഭയുടെ ആമേൻ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അതിനോട് സഹകരിച്ചുവെങ്കിൽ നല്ല നിലയിൽ ആമേൻ അവർക്കൊരു ഭക്ഷണം കൊടുക്കുവാനിടയായിത്തീരും. നമുക്കും അത് അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. ആമേൻ നിങ്ങൾ അതിനെ സഹകരിക്കണം. ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് കാര്യങ്ങളൊന്നും പറയാറില്ല, പക്ഷേ പറഞ്ഞ് ആമേൻ മതിയാകുമോ? ചില കാര്യങ്ങൾ ചിലർക്ക് അറിയത്തില്ല, അത്ര പറഞ്ഞു കൊടുത്താലും അത് മാത്രം കേൾക്കത്തില്ല, ബാക്കി എല്ലാം കേൾക്കും. പ്രൈസലോ അങ്ങനെ ആകരുത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് കടന്നു വരുന്നവർക്ക് നല്ലൊരു ആഹാരം കൊടുക്കുക എന്നുള്ളത്. ആമേൻ. നമ്മൾ യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ ആമേൻ ഗായോസ് പറയുന്നുണ്ട്, അവരെ യോഗ്യമായ നിലയിൽ യാത്ര അയച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്ന വേദവാക്യം നമ്മൾ വായിച്ചു കാണും, അല്ലേ? വായിച്ചിട്ടില്ലേ? 2 കാര്യമാണ് അവിടെ ഗായോസിനോട് പറയുന്നത്. ആമേൻ യോഹന്നാൻ അപ്പോസ്തലൻ. ഒന്ന്, ആമേൻ ഗായോസ് അവിടെ നല്ലൊരു അതിഥി സൽക്കാരം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ആമേൻ പിന്നെ പറയുന്നത് അവരെ യോഗ്യമായ നിലയിൽ യാത്ര അയച്ചാൽ നന്നായിരുന്നു. അത് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന കാര്യം നമ്മളോടുമുള്ള ദൈവത്തിൻ്റെ ദൂത് തന്നെയാണ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. 3 യോഹന്നാന്റെ ലേഖനം എടുത്ത് വായിച്ചേ. 3 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ ആമേൻ സ്തോത്രം. ആമേൻ ഒരു വാക്യെടുത്ത് വായിച്ചാട്ടെ. അതിൽ നിന്ന് 3 യോഹന്നാന്റെ ലേഖനത്തിൻ്റെ ആമേൻ 5-ാമത്തെ വാക്യം വായിച്ചാൽ മതി.
പ്രിയരെ, നീ സഹോദരന്മാർക്കും വിശേഷൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും. അപ്പൊ എന്തുണ്ട്? ഗായോസിനോട് യോഹന്നാൻ പറയാണ്, അതിഥികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുന്നു. എന്താ? ഒരു അതിഥി നമ്മുടെ അവിടെ വരുമ്പോ ആ അതിഥിയെ സൽക്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം, അല്ലേ? ഒരാഹാരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അധ്വാനിക്കണം, അല്ലേ? അതുകൊണ്ട് അധ്വാനിച്ചാൽ മാത്രം പോരാ, അതിന് നമ്മളൊരു സഹകരണം കൂടി കാണിക്കണമെന്നുള്ളതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിലൊക്കെയും ഗായോസ് ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഞാനും നിങ്ങളും വിശ്വസ്തരായിരിക്കണം ഈ വകമണ്ഡലങ്ങളിൽ എന്നുള്ളത് തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ്. അതിന് താഴെ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ എത്രാമത്തെ വാക്യമാണ്? നീ അവരെ യോഗ്യമായ നിലയിൽ യാത്ര അയച്ചാൽ. കണ്ടോ? എത്ര വാക്യമാണ്? അതിന്റെ താഴത്തെ വാക്യം. നീ അവനെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ. എന്ന് പറഞ്ഞാൽ വരുന്നവരെ ഒരു യാത്രയയപ്പും കൂടി ആമേൻ നമ്മൾ കൊടുക്കേണ്ടവരാണെന്ന്. മനസ്സിലായില്ല? സ്തോത്രം. കാരണം കർത്താവിന്റെ വില ചെയ്യുന്നവരെ ആമേൻ, സ്തോത്രം, ആമേൻ, സുവിശേഷ നിമിത്തമാണ് അവർ ഉപജീവിക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ യാത്രയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ വയ്യ, ആമേൻ, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് പേരെന്നെ ആയെങ്കിലും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മൾ അതിനൊക്കെയും ഭാഗവാക്കായി തീരേണ്ട ഉത്തരവാദിത്വമുണ്ട്. ക്രൈസ്തലോ. മാത്രമല്ല നമ്മളെല്ലാവരും ആമേൻ ആമേൻ ആ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അന്ന് എനിക്ക് ജോലിയുണ്ട്, അന്ന് എനിക്ക് ആമേൻ ആ കാര്യത്തിന് പോകണം, ഈ കാര്യത്തിന് പോകണമെന്നൊന്നും പറയല്ല വേണ്ടത്. ആമേൻ നമ്മൾ ഒരുമിച്ച് ആമേൻ, സ്തോത്രം, ഒന്നിച്ചു നിന്ന് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. പ്രൈസലോ. ആമേൻ. ആമേൻ. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ തൻ്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ആമേൻ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും, അല്ലേ? ആമേൻ. നമ്മുടെ ആമേൻ ആവശ്യം എന്തോ, നമ്മുടെ ബുദ്ധിമുട്ട് എന്തോ, നമ്മുടെ പ്രയാസം എന്തോ, അത് പൂർണ്ണമായി തീർത്തു തരുവാൻ കഴിവുള്ളവന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ മതിയെ അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം